ണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉദ്ധവരെ ഞാനും കൂടി വരട്ടെ ഭഗവാനെ നിന്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അതിന്റെ ആവശ്യമില്ല, കൂടെ പോകേണ്ട ഒരു സംഗതിയല്ല ഇത്. നീ വാസ്തവത്തിൽ ഞാൻ അഴിച്ചു വച്ച വേഷമെല്ലാം തന്നെ എടുത്തുകൊടുത്തില്ലേ? ഭഗവാൻ ഉടുത്തിട്ട് അഴിച്ചു വയ്ക്കുന്ന ആ പറയുന്ന അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അത് അതേപടി എടുത്ത് അലങ്കരിച്ചുകൊണ്ട് കൃഷ്ണന്റെ വേഷം അതേപോലെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഉദ്ധവര്. ആരാ ഉദ്ധവര്? ബൃഹസ്പതി എന്ന് പറയുന്ന ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി വ്യാഴം അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അപ്പോൾ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയെ നമ്മൾ പ്രത്യേക പര്യായ പദം ഉപയോഗിച്ചുകൊണ്ട് പറയാറുണ്ട് ജീവൻ. ബൃഹസ്പതിക്ക് കൊടുത്തിരിക്കുന്ന വാക്കാണ് ജീവൻ. ആ ജീവൻ എന്ന് പറയുന്ന ഗുരു ബൃഹസ്പതി വായുവുമായിട്ട് ഒത്തുചേർന്നിട്ടല്ലേ ഗുരുവായൂർ അവിടെ കൊണ്ടുവന്നത് പ്രതീക്ഷിച്ചത്. അപ്പൊ ഗുരുവായൂർ, ഗുരു എന്ന് പറയുന്ന ജീവനാണെന്ന് വന്നില്ലേ? ആ ജീവശിഷ്യനാണ് ഉദ്ധവര്. ചിന്തിക്കുക, ആ വാക്കുകളെല്ലാം തന്നെ വെറുതെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വെറുതെ പറഞ്ഞു പോകരുത്. ബൃഹസ്പതി എന്ന് പറയുന്ന വ്യാഴം ഒരു പ്രത്യേക ഗ്രഹം എന്ന് പറയരുത്. അത് ഗുരു, ആ ദേവന്മാരുടെ ഗുരു. അപ്പോൾ കൂടുതൽ കൂടുതൽ ഗൗരവമായി. അങ്ങനെ ഗൗരവമുള്ള ഗുരുത്വമുള്ള ആ ഗ്രഹത്തെ പറ്റി ഗുരുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ജീവനാണെന്ന് പറയുമ്പോൾ അതിനപ്പുറം എന്താ പറയാനുള്ളത്? ഈ പ്രപഞ്ചത്തിൽ ജീവൻ എന്ന് പറയുന്ന തുടിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ ഈ ബൃഹസ്പതി തന്നെ എന്ന് വന്നില്ലേ? ആ ജീവൻ എന്ന് പറയുന്ന വായു, ആ വായുവിനോടൊപ്പം ജീവൻ ബൃഹസ്പതിയും കൂടി കടന്നു വന്നിട്ടാണ് ഗുരുവായൂര് നമുക്ക് പ്രതിഷ്ഠിച്ചതെന്ന് സാക്ഷാൽ ഈശ്വരനെ. അപ്പൊ ഈശ്വരനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ ആര് വേണം? ഗുരു എന്ന് പറയുന്ന ജീവൻ വേണം. അതുപോലെ വായു എന്ന് പറയുന്ന പ്രാണന്റെ സാന്നിധ്യവും കൂടി ആവശ്യം. അപ്പൊ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വെറുതെ അതും ഇതും പറഞ്ഞു പോകാതെ ഇവിടെ ഈ സാധനയുടെ സൗഭാഗ്യം അത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ഈശ്വരഭാവത്തെ അറിയാൻ കഴിയൂ. ഒന്നുകൂടി കടന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വരാം. വാൽമീകി എന്ന് പറയുന്ന കവിശ്രേഷ്ഠന്റെ കഥ, ആ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് കടക്കേണ്ട ആ അവസരം വരുന്ന ഭഗവാൻ ചെന്ന് ചോദിക്കുന്നത് എന്താ? അതിനകത്തേക്ക് വായിച്ച് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആവശ്യം നിസ്സാരമാണ്. ഞാനുമുണ്ട്, എൻ്റെ ഭാര്യയുമുണ്ട്, കൂടെ അനുജൻ ലക്ഷ്മണകുമാരനുമുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി വസിക്കാൻ പറ്റുന്ന ഒരു സങ്കേതം, ഒരു വാസസ്ഥലം പ്രത്യേകിച്ചൊന്ന് പറഞ്ഞു തരണം. കിട്ടി. ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ തക്ക ശേഷിയുള്ള ഈ വാൽമീകി എന്ന് പറയുന്ന കവിശ്രേഷ്ഠന് കിട്ടി. അദ്ദേഹത്തിന്റെ മാനിഷാദ കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക കവിതാ സൗഭാഗ്യം അല്ലെങ്കിൽ സൗരഭമെല്ലാം തന്നെ തുളമ്പുന്ന ആദ്യ കാവ്യത്തിന് ജന്മം കൊടുക്കാമെങ്കിൽ അദ്ദേഹത്തിന് ഈ ചോദ്യത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അതിനെയെല്ലാം തന്നെ വിപുലമാക്കാൻ കഴിയും. അതെല്ലാം തന്നെ നമ്മളിവിടെ കാണുകയാണ്. എനിക്ക് എൻ്റെ ഭാര്യയോടൊപ്പം എൻ്റെ അനുജനോടൊപ്പം വസിക്കാൻ ഒരു പ്രത്യേക സങ്കേതം കാണിച്ചു തരണം. അതാണല്ലോ പ്രസക്തമായിരിക്കുന്ന ചോദ്യം. ഇവിടെ ചിന്തിക്കേണ്ടത്, ഈ രാമനെ പറ്റി ദശരഥ മഹാരാജാവിനും അറിയില്ലായിരുന്നു, ലക്ഷ്മണകുമാരന്റെ കഴിവും അറിയില്ലായിരുന്നു. അങ്ങനെ ഈ 2 കുട്ടികളുടെ കഴിവുകളെല്ലാം അറിഞ്ഞുകൂടാതിരുന്ന സന്ദർഭത്തിലാണ് വിശ്വാമിത്രൻ എന്ന് പറയുന്ന ഗായത്രി മന്ത്രത്തിന്റെ ജനയിതാവെന്ന് പറയാം, അല്ലെങ്കിൽ ഗായത്രി മന്ത്രത്തിന്റെ മന്ത്രദൃഷ്ടാവെന്ന് പറയാം, ഋഷി എന്ന് പറയാം, അല്ലെങ്കിൽ ഗായത്രി മന്ത്രത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറയാം. നമ്മൾ ഇന്ന് ജപിച്ചു ശീലിക്കുന്ന ഗായത്രി മന്ത്രം കൊണ്ട് സാധിക്കുന്ന അത്യത്ഭുതകരങ്ങളായിട്ടുള്ള സ്ഥിതി അല്ലെങ്കിൽ സിദ്ധികൾ ഇതെല്ലാം തന്നെ ഉണ്ടാക്കി തരുന്ന ഗുരുശ്രേഷ്ഠൻ എന്ന് പറയാം, വിശ്വത്തിന്റെ മിത്രം. അങ്ങനെ വിശ്വത്തിന്റെ മിത്രമായിരിക്കുന്ന വിശ്വാമിത്രൻ വന്നപ്പോഴല്ലേ രാമനെ പറ്റി പിടുത്തം കിട്ടിയത്. അപ്പോഴും വസിഷ്ഠൻ എന്ന് പറയുന്ന ഗുരുശ്രേഷ്ഠൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ലേ? നിസാരവൽക്കരിക്കരുത്, വെറും മനുഷ്യരായിട്ട് ഇവരെ കാണരുത് എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും അതും മറന്നുപോകും. മനുഷ്യന്റെ ആ ഭാവം സ്വഭാവം കൊണ്ട്, പ്രകൃതം കൊണ്ടാണ്. ഇതുപോലെ തന്നെ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പോരുമ്പോഴും പരശുരാമനുമായിട്ട് ഏറ്റുമുട്ടുമ്പോഴും മനസ്സിലാക്കാൻ തക്ക ശേഷിയുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് യാതൊരു വൈഷമ്യവുമില്ല. ആ പരശുരാമൻ എന്ന് പറയുന്ന അവതാര സ്വരൂപം തന്റെ മുഴുവൻ ശക്തിയും ഇങ്ങനെ ചോർത്തിക്കൊടുത്ത് ആ രാമനിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് തപസ്സിന് അയാൾ പോവുകയാണ്. ഒരു രാമൻ മതി എന്ന് പറയുന്നിടത്ത് ഒരു രാമൻ ആരായിരിക്കണം? ഒരു രാമനെ പാടുള്ളൂ എന്ന് പറയുന്ന പരശുരാമനാണ്. ആ പരശുരാമനുമായിട്ട് ഏറ്റുമുട്ടിയ സന്ദർഭത്തിൽ ഒരു രാമൻ ആരായിരിക്കണം അവശേഷിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് കഥാകോളം പറഞ്ഞു വരുന്നു. ശ്രീരാമൻ മതി, പരശുരാമൻ വേണ്ട. പരശുരാമന്റെ മന്ത്രം കേട്ടിട്ടുണ്ട്, ഭൂരസ. ഓം നമോ ഭഗവതേ പരശുരാമായ. അത്രയും പഠിക്കാൻ പറ്റൂലേ? ഓം നമോ ഭഗവതേ പരശുരാമായ. ദുഷ്ടക്ഷത്ര വനച്ഛിതേ. ദുഷ്ടക്ഷത്ര വനച്ഛിതേ. അപ്പൊ ദുഷ്ടന്മാരായിട്ടുള്ള ക്ഷത്രിയ വംശത്തെ മുഴുവൻ ഇങ്ങനെ പരശു ഉപയോഗിച്ചുകൊണ്ട് കൊല്ലുന്നത്. പരശു ശിവന്റേതാണ്. ഈ പരശുരാമൻ വിഷ്ണുവിന്റെ അവതാരമാണ്. അപ്പൊ വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പരശുരാമന്റെ കയ്യിലും ശിവന്റെ ആയുധമായിരിക്കുന്ന പരശു. അതുകൊണ്ട് ക്ഷത്രിയന്മാരെ മുച്ചൂടം നശിപ്പിച്ച് 21 വട്ടം എന്നാണ് കഥ.
അത്തരത്തിൽ ഈ പറയുന്ന ക്ഷത്രിയവംശം എന്ന് പറയുന്ന രാജസ സ്വഭാവത്തിന്റെ ഉടമകൾ, വളരെ ക്രൂര സ്വരൂപികൾ, അവരെ എല്ലാം തന്നെ നിശേഷം നശിപ്പിച്ച അദ്ദേഹത്തോട് നമ്മൾ പറയുന്നുണ്ട് ദുഷ്ടക്ഷത്രവന ചിതേ. എന്നിട്ട് പറയുന്നത് മമ ശത്രുൻ ജഹി ജഹി, എന്റെ ശത്രുക്കളെ നശിപ്പിക്കണം. മാം രക്ഷ രക്ഷ ഹുംബട്ട് സ്വാഹ. നല്ല രസമുള്ള മന്ത്രമല്ലേ? ജപിക്കാൻ തോന്നുന്നുണ്ടോ? ശ്രീരാമന്റെ മാത്രം ജപിക്കാറില്ലേ? ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. അതിനേക്ക് കുറച്ചുകൂടി, കാരണം എന്താ, ഇത് എടുത്തുചാടുന്ന ഒരു ജിംനാസ്റ്റിക് അല്ലെങ്കിൽ ഒരു കളരിപ്പയറ്റുകാരൻ വേദിയിൽ വന്നിട്ട് സീതാസ്വയംവര വേളയിൽ ഇദ്ദേഹത്തിന്റെ കലാമണ്ഡലം രാമൻകുട്ടിയാരുടെയൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം ഈ പരശുരാമ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി ആ പരശുവും കൊണ്ട് നമുക്ക് പോലും പേടിയോന്ന രീതിയിൽ ആടുന്ന ആ രംഗത്ത് തുള്ളിച്ചാടുന്ന രീതി ഈ മന്ത്രത്തിലില്ലേ? ഓം നമോ ഭഗവതേ പരശുരാമായ ദുഷ്ടക്ഷത്രവലച്ഛിതേ. എന്നിട്ട് മമ ശത്രുൻ ജഹി ജഹി മാം രക്ഷ രക്ഷ ഹുംബട്ട് സ്വാഹ. ഏതായാലും ഈ അവസരങ്ങളിൽ നിന്നെല്ലാം തന്നെ രാമനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ കഷ്ടം. ഏതായാലും ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ടാണ് കൈകേയി എന്ന് പറയുന്ന ഈ പറയുന്ന ദശരഥ മഹാരാജാവിന് വളരെ ഇഷ്ടമുള്ള, അദ്ദേഹത്തിന് വളരെയേറെ കാര്യമുള്ളൊരു പത്നി എന്ന് വയ്ക്കാം. ഏതായാലും അവൾ ചോദിച്ചു വാങ്ങി വരങ്ങളെല്ലാം തന്നെ കൊടുക്കാൻ നിർബന്ധിതനായി തീരുന്ന ദശരഥ മഹാരാജാവ് അതിന് കാരണക്കാരിയായിട്ടൊരു വളവുള്ള ഒരു കുബ്ജ, ഈ പറയുന്ന രീതിയിൽ എന്താ മന്ധര എന്ന് പറയുന്ന ഒരു കൂനി, ഇവളെല്ലാം തന്നെ അവിടെ ഒരു പ്രത്യേക സന്ദർഭം സൃഷ്ടിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോവുകയാണ്. നമുക്ക് തോന്നുന്നുണ്ടോ ഈ ശ്രീരാമചന്ദ്രൻ വനത്തിൽ പോകേണ്ട ഗതികേട് ഇത്തരത്തിൽ എന്തിനാണ് ഉണ്ടായത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് ധരിക്കാൻ കഴിയും. അവിടെ നമ്മൾ മറന്നുപോവുകയും വൈകുണ്ഠത്തിലെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാര് ഇപ്പോൾ രാവണകുംഭാരന്മാരായിട്ട് ജനിച്ചിട്ടുണ്ട്. അവരെ നിശേഷം നശിപ്പിച്ച് എന്റെ സവിധത്തിലേക്ക്, വൈകുണ്ഠം എന്ന് പറയുന്ന പദവിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ട ചുമതല എനിക്കാണ് എന്ന് ബോധ്യമുള്ള രാമനാണ് സീതയാസാർത്ഥം ഈ ലക്ഷ്മണകുമാരനോടൊപ്പം വനത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അവിടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ തുടക്കം മുതൽ അവസാനം വരേക്ക് അധ്യാത്മരാമായണമായാലും വാൽമീകി രാമായണമായാലും ഇതെല്ലാം തന്നെ വായിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവിടെ അടങ്ങിയിരിക്കുന്ന കഥകളെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്തിയതാണ്, ചിട്ടപ്പെടുത്തിയതാണ്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഒരേ ഒരു കാര്യമാണ്. ജയവിജയന്മാർ അവർ ജനിച്ചുപോയി 3 വട്ടം ജനിക്കാൻ വിധിക്കപ്പെട്ടവർ, ശപിക്കപ്പെട്ടവർ. ആദ്യം തന്നെ ഹിരണ്യകശിപുക്കളായിട്ട് ആയപ്പോൾ ഞാൻ തന്നെയാണ് അവതരിച്ച് അവരെ അനുഗ്രഹിച്ചത്. ഇപ്പോൾ രാവണനും കുംഭകർണനുമായിട്ടുള്ള ലങ്കയെ ഭരിക്കുന്നുണ്ട്. കാമത്തിന്റെ മൂർത്തിമാൽഭാവമായിട്ട് അവിടെ വിരാജിച്ചിരുന്ന ഈ ദുഷ്ടന്മാരെ അവരെ ശിക്ഷിച്ച് അനുഗ്രഹിക്കണം, അതെന്റെ ജോലിയാണെന്ന് കണ്ടിട്ടല്ലേ രാമൻ ഇറങ്ങിത്തിരിച്ചത്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പാവം സീതാദേവിയെ വാസ്തവത്തിൽ ഇയാൾ അപഹരിച്ചുകൊണ്ടുള്ള കാര്യം, കഥകളെല്ലാം തന്നെ മെനഞ്ഞെടുത്തിരിക്കുന്ന രീതി, അതിനേക്കാൾ ഒരു കാര്യവും ശ്രദ്ധിക്കണം. ഈ പറയുന്ന രീതിയിൽ മാരീചൻ ഒരു മാനായിട്ട് വന്നിട്ട് അതിന്റെ പിന്നാലെ പരക്കം പറഞ്ഞ് ഓടുന്ന സന്ദർഭത്തിൽ ഈ സീത എന്ന് പറയുന്ന സാക്ഷാൽ അവതാര സ്വരൂപ അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നില്ലേ? എന്തിനാണപ്പോ ഈ മായാ സീതയെ പുറത്ത് നിർത്തിയിട്ട് സാക്ഷാൽ സീതയെ അഗ്നിയിൽ ഒളിപ്പിച്ചു വെച്ച് എന്നിട്ട് ഈ അഗ്നിയിൽ പ്രവേശിച്ച സീതയെ ഒടുവിൽ അഗ്നിപ്രവേശനം നടത്തിക്കൊണ്ട് തിരിച്ചെടുത്തിട്ട് വീണ്ടും വാസ്തവത്തിൽ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന രാമൻ. ഇതൊക്കെ തന്നെ ചിന്താ വിഷയങ്ങളാണ്. അതായത് സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയത് മാത്രമല്ല, സീതാപരിത്യാഗം എന്ന് പറയുന്ന വാൽമീകി ആശ്രമത്തിലേക്ക് സീതയെ കൊണ്ടുപോയി കളയുന്നതും, അതുപോലെ ലക്ഷ്മണ പരിത്യാഗം പോലുള്ള എല്ലാ പരിത്യാഗവും ത്യാഗത്തെയാണ് കാണിക്കുന്നത്. സന്യാസത്തിന്റെ പരമകാഷ്ഠയിലേക്ക് പോവുകയാണ് ഈ മഹാനുഭാവൻ. അവതാര ഉദ്ദേശങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് ജീവിത ലക്ഷ്യമെല്ലാം തന്നെ സാധിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ ചെയ്യേണ്ട സന്യാസത്തിലേക്ക് കടക്കണമെന്ന് ചുരുക്കം. ഇതാണ് ആമുഖം. എങ്ങനെയുണ്ട് ആമുഖം? ഒരു ഇതൊക്കെ കയറിയെങ്കിൽ നമുക്കൊന്ന് ജപിക്കാം. ഈ ഓം നമോ നാരായണായ, ഓം നമ ശിവായ എന്ന് പറയുന്ന ആ രംഗത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന മന്ത്രമാണ് രാമ. ഈ രാമമന്ത്രത്തിന്റെ ആ മഹത്വമെല്ലാം തന്നെ മനസ്സിലാക്കി തരുന്ന ഈ സന്ദർഭം, ഈ വാൽമീകി ആശ്രമ പ്രവേശം, അവിടെ നമ്മൾ കാണുന്ന ഈ രാമൻ ഇന്നുള്ളതല്ല എന്ന്. അപ്പൊ ഇന്നുള്ള രാമനല്ല, തന്റെ മുൻപിൽ വന്നിരിക്കുന്ന രാമനല്ല. അതിനു മുമ്പേ തന്നെ രാമനുണ്ട് എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ഈ അടുത്തയിട നമ്മുടെ ഗാന്ധിയെ, മഹാത്മാഗാന്ധിയെ, നമ്മുടെ രാഷ്ട്രപിതാവിനെ വളരെയേറെ നമ്മളെല്ലാവരും ശ്ലാഘിക്കുന്ന, പുകഴ്ത്തുന്ന അദ്ദേഹത്തിന്റെ ജന്മം രാമനാമത്തിന്റെ മഹത്വം കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പലപ്പോഴും പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മാറിലൂടെ വെടിയുണ്ടകൾ ചീറിപ്പഞ്ഞു പോയപ്പോഴും രാമ എന്ന് പറയാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായി. നമ്മൾ പറയുന്ന അയ്യോ പത്തോ എന്നായിരിക്കും. നമ്മൾ നമ്മുടെ നെഞ്ചിൽ കൂടുതൽ അടി കിട്ടിയാൽ എന്ത് പറയും?
രാമാരാമ എന്ന് പറയുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഈ രാമാരാമ എന്നുള്ള മന്ത്രം തന്റെ സ്വരത്തിൽ, തന്റെ ശ്വാസത്തിൽ, തന്റെ എല്ലാ തരത്തിലും ആ രക്താണുക്കളിൽ പോലും ലയിച്ചു ചേർന്നിട്ട് എപ്പോഴും സദാസമയവും രാമാരാമ എന്ന അതിൽ നിലീനനായിട്ടോ വിലീനനായിട്ടോ അതിൽ ലയിച്ചോ കഴിഞ്ഞുകൂടുന്ന രാഷ്ട്രപിതാവിന്റെ സ്ഥിതി കൂടി ഒന്നുകൂടി മനസ്സിൽ വയ്ക്കുക. ഹനുമാന്റെ കഥകളെല്ലാം തന്നെ വരുന്നേ ഉള്ളൂ എങ്കിൽ കൂടി ആ ഹനുമാൻ എന്ന് പറയുന്ന അത്തരത്തിൽ ഭക്തനായിരിക്കുന്ന ഹനുമാന്റെ രാമമന്ത്രമെല്ലാം തന്നെ സ്വീകരിച്ച് ശക്തനാകുന്ന ആ യോഗ്യ പുരുഷരെ അയാളെയും കൂടി മനസ്സിൽ വയ്ക്കുക. അതിനേക്കാൾ ഈ സംഗീത സാമ്രാട്ടായിരിക്കുന്ന ത്യാഗബ്രഹ്മം, അദ്ദേഹത്തിന്റെ പേര് തന്നെ ത്യാഗം എന്നാണ്. ത്യാഗരാജൻ ശിവന്റെ പര്യായമാണ്. അപ്പൊ ത്യാഗരാജൻ എന്ന് പറയുന്നത് ശിവന്റെ പര്യായം സ്വീകരിച്ചുകൊണ്ട് രാമനെ പുകഴ്ത്തുന്ന, രാമനെ അല്ലാതെ മറ്റാരെയും പുകഴ്ത്താൻ ആഗ്രഹിക്കാത്ത, തന്റെ സംഗീതത്തിലേക്ക് മറ്റേതൊരു ജീവികളോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ അവതാര സ്വരൂപങ്ങളോ കടന്നു വരരുത് എന്നുള്ള നിർബന്ധത്തോടുകൂടി രാമനെ മാത്രം ആശ്രയിക്കുന്ന ഒരു പ്രത്യേക സമ്പ്രദായക്കാരൻ ത്യാഗബ്രഹ്മം എന്നുള്ള രീതിയിലുള്ള സംഗീത സമ്രാട്ട്. ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് വാൽമീകാശ്രമ പ്രവേശത്തില് അതിസുന്ദരമായിരിക്കുന്ന ആദ്യത്തെ കുറച്ച് ഭാവം കഴിഞ്ഞ് രാമം രമാവരം വീരം മനോഹരം, ഇത് എഴുത്തച്ഛൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ്. ഞാൻ വായിക്കുന്ന പ്രത്യേകിച്ചും എൻ്റെ ഈ പറയുന്ന സൗണ്ടൊന്നും അത്ര സംഗീതാത്മകമല്ല എങ്കിൽ കൂടി ഈ രാമൻ, രമാവരൻ, വീരം, മനോഹരം, കോമളം, ശ്യാമളം, കാമതം, മോഹനം, കന്ദർപ്പസുന്ദരം, ഇന്ദീവലക്ഷണം, ഇന്ദ്രാദി വൃന്ദാരകയിലഭിവന്ദിതം, ബാണപൂണീതധർമ്മധരം, വിഷ്ടപത്രാണ് നിപണം, ജടാമകുടോജ്വലം, ജാനകീ ലക്ഷ്മണോപേതം രഘുത്തമം, മാനവേന്ദ്രൻ കണ്ടു വാൽമീകി എന്തതാ. നമുക്ക് ഭംഗിയായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ചിത്രം വരച്ചു വയ്ക്കുകയാണ് എഴുത്തച്ഛൻ. അപ്പൊ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം പോലെ ഈ ഇടത്തെ ഇടാൻ വേറൊരു സൗഭാഗ്യം കിട്ടിയത് പാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ച 5 വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ട് ചെങ്ങന്നൂർ പരിസരത്ത്. അവിടെയാണ് ഈ പറയുന്ന ആറന്മുളയായാലും തൃക്കൊടിത്താനമായാലും അതുപോലെ തിരുവൻമണ്ടൂരായാലും അങ്ങനെ 5 ക്ഷേത്രങ്ങൾ. അവിടെ ഈ മഹാഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് 5 ദിവസത്തെ സത്രം, 4ാമത്തെ സത്രത്തിന്റെ ആചാരനായിട്ട് പോകാൻ ഒരു ഭാഗ്യം കിട്ടി. അടുത്ത ഇട തിരുവൻമണ്ടൂര്. അപ്പൊ തിരുവൻമണ്ടൂർ ക്ഷേത്രം കാണുമ്പോൾ തന്നെ നമുക്കൊരു കൊതി തോന്നുന്നതിന്റെ ശ്രീകോവിലിന്റെ ഘടന എന്തുവാകട്ടെ. ആ സന്ദർഭത്തിൽ ചെന്നപ്പോഴാണ് അവിടെ ആചാര്യന്മാർ ഇതുവരേക്ക് നടത്തിയത് മുഴുവൻ മഹാഭാരതത്തിലെ എവിടെയെങ്കിലുമൊക്കെ വായിക്കും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ട് 5 ദിവസം കൊണ്ട് കുറെ പ്രസംഗകന്മാരും വന്ന് എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇതാണ് സമ്പ്രദായം. നമ്മൾ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്നവരായിട്ട് മാറി. അപ്പൊ ഇത്തവണ ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 5ാമത്തെ ഒടുവിലത്തെ നിങ്ങളുടെ പരമ്പരയില് ആ സത്രം നടത്തുമ്പോൾ ഒരു കാര്യം ചെയ്യുക, മൂലം ഈ മഹാഭാരതം 41 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയില്ല എങ്കിൽ എൻ്റെ നാടിന് തൊട്ടടുത്ത് കൊടുങ്ങല്ലൂർ പ്രദേശത്തുകാരനായ ഒരു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുണ്ട്, കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. ആരും ഇതൊക്കെ അറിയാൻ ആഗ്രഹം ആർക്കുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മലയാളീകരിച്ച് മഹാഭാരതമെങ്കിലും നിങ്ങൾ ഒരു വട്ടം കുത്തിയിരുന്ന് വായിക്കുക. 41 ദിവസം നാരായണീയക്കാരെ കൊണ്ട് നാരായണീയം പാരായണം ചെയ്യുന്നുണ്ട്. അത് ഇന്നലെ വന്ന നാരായണീയക്കാര് ഇന്നത്തെ നാരായണീയക്കാരുടെ ശത്രുക്കളാണ്. കേട്ടില്ല, പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞാലും കേട്ടില്ല. അപ്പൊ ഇതേ രീതിയിൽ 41 കോടി രൂപ അവിടെ തലകുത്തി ഈ പറഞ്ഞ നാരായണീയം പാടിക്കൊണ്ടുപോയിട്ട് എന്താ കാര്യം? നിങ്ങൾ ദൈവത്തെ ഓർത്ത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ എങ്കിലും മൂലം വായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. അപ്പൊ അത്തരത്തിൽ വായിച്ചതിന് ശേഷം നമുക്കൊരു 5 ദിവസത്തെ കോലാഹലം അത് നടത്താം. അപ്പൊ ഇതേ രീതിയിൽ പറയേണ്ടി വന്നു. കാരണം ഈ അധ്യാത്മരാമായണമായാലും കമ്പരാമായണമായാലും അല്ലെങ്കിൽ ആനന്ദരാമായണമായാലും ഇത്തരമുള്ള രാമായണങ്ങളെല്ലാം ഈ വാൽമീകി രാമായണം എന്ന് പറയുന്നതും തുളസീദാസന്റെ അതിസുന്ദരമായിരിക്കുന്ന രാമചരിത മാനസമായാലും അങ്ങനെ അതിഗംഭീരങ്ങളായിട്ടുള്ള രാമായണങ്ങൾ അവിടെ ഇവിടെയൊക്കെ വായിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന രീതിയാണ്. ഈ വാൽമീകാശ്രമ പ്രവേശനം എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന രാമന്റെ ചിത്രമാണ്. ഈ രാമന്റെ ചിത്രം നമുക്ക് കണ്ടാൽ രാമനെ സുന്ദരമായിട്ട് നമുക്ക് ധ്യാനിക്കാം. ഇത്രയും ഭാഗം കാണാതെ, അതായത് ബൈ ഹാർട്ട് പഠിച്ചു വച്ചിട്ട് ധ്യാനിച്ചാലും വിരോധമില്ല. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമതം മോഹനം ഗന്ധർവസുന്ദരം ഇന്ദീവരക്ഷണം ഇന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം ബാണതൂണീര ധനുർധരം വിട്ടപത്രാണ നിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രൻ കണ്ടു വാൽമീകിയം ദദാ സന്തോഷബാഷ്പ. സന്തോഷം കൊണ്ട് കരയ സന്തോഷബാഷ്പാകുലക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർനീടിനാൻ. ശരീരമില്ലാത്ത രാമനെ പുണർവോ? കേട്ടില്ല. എഴുത്തച്ഛന്റെ മലയാള ഭാഗവതം കൊണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മൂലം മാത്രം കെട്ടിപ്പിടിക്കുന്നവരാണോ നിങ്ങൾ?
മൂലം വായിക്കണം, കൂട്ടത്തിലെല്ലാം വായിക്കണം. അപ്പൊ ഈ അധ്യാത്മരാമായണം പോലെ തന്നെ എഴുത്തച്ഛന്റെ സമ്പൂർണ്ണമല്ല ഭാഗവതം എന്ന് പറഞ്ഞാൽ പോലും അവിടെയും നമ്മൾ കാണുന്നത് ഈ പറയുന്ന അതിസുന്ദരമായിട്ടുള്ള പ്രയോഗങ്ങൾ കാണാം. അദ്ദേഹം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന മലയാള ഭാഗവതത്തില് പലയിടത്തും അനർഘങ്ങളായിട്ടുള്ള വേദാന്തം അല്ലെങ്കിൽ അത് കടുകട്ടിയായിരിക്കുന്ന അദ്വൈതത്തിന്റെ ഭാവം നമുക്ക് കിട്ടുവരുന്നുണ്ട്. അവിടെയും പലയിടങ്ങളിലും ഈ കൃഷ്ണനെയെല്ലാം തന്നെ അവതരിപ്പിക്കുന്ന രീതി, പ്രത്യേകിച്ചും പ്രഹ്ലാദസ്തുതി എന്ന് പറയുന്ന മൂലം ഭാഗവതമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ യാതൊരു ബന്ധവുമില്ലാത്ത പ്രഹ്ലാദസ്തുതിയിൽ നമുക്ക് ജപിക്കാൻ തോന്നും. കാരണം എന്താ? ആ ദുർജടിം ലോകൈകനാഥൻ നരസിംഹമാർജവീര പരാക്രമവാരീതിയും എന്നെല്ലാം തന്നെ ജപിക്കുമ്പോൾ നമുക്ക് നരസിംഹത്തിന്റെ പ്രഭാവം മാത്രമല്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അനുഭവവേദ്യമാകും. അത്തരത്തിലുള്ള പ്രയോഗം ഇദ്ദേഹത്തിന്റെ കൈമുതലാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഭക്തി തോന്നിയാൽ എന്തെന്നില്ലാത്ത അതിനകത്ത് കുളിച്ച് മുങ്ങിക്കുളിച്ച് അതിൽ തന്നെ അനവരത ഇങ്ങനെ ഓടി നടന്നുകൊണ്ടാകുന്ന വിട്ടുമാറാത്ത രീതിയിൽ ഓടി നടക്കുന്നൊരു മനസ്സ് എഴുത്തച്ഛൻ്റെതാണ്. അപ്പൊ ഈ എഴുത്തച്ഛന്റെ ഈ മനസ്സ് നമുക്ക് ഇവിടെയും കാണാം. രാമൻ രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമതം മോഹനം ഗന്ധർവസുന്ദരം ഇന്ദീവരക്ഷണം ഇന്ദ്രാദി വൃന്ദാരകൈരഭിവന്ദിതം ബാണതൂണീര ധനുർധരം വിഷ്ടപത്രാണ നിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷമാണ് ബാഷ്പ ആകുലക്ഷണമായി രാഘവന്തൻ തിരുമേനി ഗാഠം പുണർന്നീടിനാൻ. ഞാൻ പറഞ്ഞു വന്നത് ഭാഗവതത്തിൽ എഴുത്തച്ഛന്റെ ഒരു പ്രയോഗമുണ്ട്, ജനിച്ചതാരോ കഷ്ടം. ഈ അവതാരങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഓരോരോ അവതാരങ്ങളെയെല്ലാം തന്നെ പറഞ്ഞു തരുന്ന ഭാഗവതത്തില് കൃഷ്ണൻ ജനിച്ചു എന്ന് പറയുന്നു, കഷ്ടം. രാമൻ ജനിച്ചു എന്ന് പറയുന്നു, കഷ്ടം. എന്തിനീ കഷ്ടം? അപ്പൊ എഴുത്തച്ഛൻ വാസ്തവത്തിൽ ഒരു ഗന്ധർവശ്രേഷ്ഠനായിരുന്നു എന്നും ശാപഗ്രസ്തനായിട്ട് ഭൂമിയിലേക്ക് ഇങ്ങനെ ജനിച്ചു ശൂദ്രശ്രീ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ദാസീപുത്രനായിട്ട് ജനിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനം നിസ്സാരമല്ല. ജനിച്ചതാരോ കഷ്ടം. ആത്മസ്വരൂപനായിട്ടുള്ള കൃഷ്ണനായാലും ആത്മസ്വരൂപനായിട്ടുള്ള രാമനായാലും ആത്മസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ ജനിച്ചു എന്ന് പറയുന്നത് കഷ്ടം. ജനിച്ചതാരോ കഷ്ടം. അത് പ്രത്യേകിച്ചും പറയുകയാണ് ആത്മാവിനെ പറ്റി. ആത്മാവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആത്മാവ് അതായത് എന്നിലുള്ള ആത്മാവ്, ഈ ജീവൻ എന്ന് പറയുന്ന ഈ ആത്മാവ് അയമാത്മാ ബ്രഹ്മ എന്ന മാണ്ഡൂക്യോപനിഷത്തിലൂടെ പറഞ്ഞു വന്ന അത്തരത്തിൽ അദ്വൈതത്തിന്റെ പരമകാട്ടയിലേക്ക് നമ്മെ നയിക്കുന്ന ആത്മസ്വരൂപന്മാരായിട്ടുള്ള നമ്മൾ ജനിച്ചു, ഞാൻ ജനിച്ചു, ഞാൻ മരിച്ചു. നമ്മൾ ആരും പറയാറില്ല എഴുന്നേറ്റിരുന്നു കൊണ്ട് ഞാൻ മരിച്ചു എന്നുവോ. എന്താ പറയാത്ത? ഞാൻ ജനിച്ചു എന്ന് പറയുമെങ്കിൽ ഞാൻ മരിച്ചു എന്നും പറയണ്ടേ? അപ്പൊ ഞാൻ മരിച്ചു എന്ന് പറയാൻ പാടില്ല. എന്താ കാരണം? ഞാൻ മരിക്കണില്ല. അപ്പൊ മരിക്കാത്തൊരു ഞാനെ പറ്റി എന്നെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ ജനിച്ചിട്ടുമില്ല. അപ്പോൾ ജനിച്ചെങ്കിലല്ലേ മരിക്കൂ എന്നുള്ള ചിന്ത വെച്ച് ജാതസിഹി ധ്രുവോ മൃത്യുധ്രുവം ജന്മ മൃതസിജ അങ്ങനെയുള്ള ചിന്താഗതി വെച്ചുകൊണ്ട് ഞാൻ ജനിച്ചിട്ടില്ല. അപ്പൊ ഞാൻ മരിച്ചിട്ടുമില്ല. എനിക്ക് ജന്മമരണങ്ങളില്ല. ഇതല്ലേ പരീക്ഷത്തില് അപ്പൊ ബോധവൽക്കരണം നടത്തുന്നു. നിനക്ക് ജന്മമില്ല, നിനക്ക് മരണമില്ല, പിന്നെ നീ എന്തിനാ ഭീതിതനാകുന്നത്? തക്ഷകൻ വരട്ടെ കടിക്കട്ടെ, നിനക്കെന്താ? അതേ രീതിയിൽ രാമനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് അതിസുന്ദരമായിട്ടുള്ള ഒരു ചിത്രം, എന്നാൽ കൊതി നമുക്ക് വരത്തക്ക രീതിയിലുള്ള ചിത്രമാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. ഇതല്ലേ പടം വരച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന രാമന്റെ ചിത്രം. ഏതായാലും ഈ രാമനെയെല്ലാം തന്നെ ഇങ്ങനെ കണ്ടിട്ട് ആശ്ലേഷം ചെയ്ത് അല്ലെങ്കിൽ ആലിംഗനം ചെയ്ത് കണ്ണുനീര് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിവ് വരുന്ന രീതിയിൽ ബാഷ്പം അല്ലെങ്കിൽ കണ്ണുനീരിങ്ങനെ എല്ലാ തരത്തിലും ആനന്ദബാഷ്പം ഇതിങ്ങനെ ചൊരിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന രംഗം. ഇത് സ്വീകരിക്കാൻ എന്തേ കാരണം? അതാണ് നേരത്തെ നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചത്. രാമൻ ആരാണ് എന്നറിയാനുള്ള കഴിവ് ഈ പറയുന്ന വാൽമീകിക്കേ ഉള്ളൂ. രാമൻ ആര് എന്നറിയാനുള്ള കഴിവ് കുചേല ബ്രാഹ്മണനുണ്ടായി. കുചേലൻ ബ്രാഹ്മണൻ കൃഷ്ണനായിരിക്കുന്ന സമയത്ത് ആ രാമനെ കണ്ടു. ഈ രാമന വാസ്തവത്തിൽ രാമനായിരിക്കുമ്പോൾ തന്നെ വാൽമീകി കണ്ടു. അപ്പോൾ രാമനായിരിക്കുമ്പോൾ കണ്ട വാൽമീകി ആയാലും കൃഷ്ണനായപ്പോൾ കണ്ട ഈ പറയുന്ന കുചേലനായാലും ഇവരെ രണ്ടുപേരെയും കണ്ട ഹനുമാൻ രണ്ടുപേരും കണ്ടില്ല. അപ്പൊ രാമനെ കണ്ടു. രാമൻ നടത്തിയ യുദ്ധകലാഹലങ്ങളെല്ലാം തന്നെ നേരിട്ട് ദൃക്സാക്ഷിയായതിൽ പങ്കെടുത്ത ആ ഹനുമാനാണെങ്കിൽ ത്രേതായുഗത്തിലെ രാമന്റെ കൂടെ ദ്വാപരയുഗത്തിൽ കൃഷ്ണന്റെയും കൂടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൊടിയടയാളമായിട്ട് നിന്നുകൊണ്ട യുദ്ധവും വളരെ ഭംഗിയായിട്ട് വീക്ഷിച്ചില്ലേ? അപ്പൊ രാമനെയും കൃഷ്ണനെയും കണ്ടു. ആരപ്പായി ഹനുമാൻ? വെറുതെ വെടി ഇങ്ങനെ പൊട്ടിച്ചിട്ട് കാര്യമില്ല. വെടിയും പൊട്ടിച്ചിട്ട് എൻ്റെ ശത്രുവിന്റെ കഥ കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടുക. അദ്ദേഹത്തിന്റെ ഗത ഉപയോഗിച്ചുകൊണ്ട് അടിക്കുക, നല്ല ഭംഗിയായിട്ട് അടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ആലത്തോട് ഹനുമാനുണ്ട്. ഗതയെടുത്ത് വയ്ക്കുന്ന വഴിപാടാണ്. ആ ഗതയെടുത്ത് വയ്ക്കുന്ന ഞാനിങ്ങനെ കുറച്ചു നേരം നോക്കിയപ്പോൾ ഒരാൾ ഗതയെടുത്ത് വയ്ക്കുന്നത് എൻ്റെ അയൽവക്കക്കാരൻ്റെ തലക്കിട്ട് തല്ലാൻ വേണ്ടിയിട്ടുണ്ട്. ഭഗവാനെ,
ഈ ഹനുമാനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക. ദാസീവേല എന്ന് പറയുന്ന ഇഷ്ടദേവതയെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് നിയമം. അതായത് നമ്മൾ ഒരു ഈ ചാത്തന്മാരെ കൊണ്ട്, നിങ്ങളുടെ പ്രദേശം അങ്ങനെയാണല്ലോ, ഈ ചാത്തന്മാരെയെല്ലാം തന്നെ സ്വീകരിച്ച് ഉപാസന നടത്തി അവരെ കൊണ്ട് ചേടിവേല നടത്തുക. അതാണ് അപകടം, അതാണ് നാശത്തിന് കാരണം. കുറച്ചുകളൊക്കെ ചെയ്തു തരും, അത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ പുഴയിൽ ഇങ്ങനെ മുക്കിപ്പിടിച്ച് ചത്തിലെ പൊക്കി പിടിക്കും, പിന്നെ മുക്കും. അപ്പൊ ഇതേ രീതിയിൽ കട്ടപ്പാടുകളെല്ലാം തന്നെ അനുഭവിക്കാൻ എന്തേ കാരണം? നമുക്ക് സേവിക്കാം. ആ സേവിക്കുന്ന സേവാമൂർത്തിയെ നമ്മൾ ഒരിക്കലും സെർവൻ്റായിട്ട്, നമ്മുടെ അടിമത്വം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാനായിട്ട് അയാളെ ഉപയോഗിക്കരുത്. ഇവിടെ വാസ്തവത്തിൽ ചിന്തിക്കേണ്ട വിഷയം വേറെ രീതിയിലൊക്കെ ഞാനിങ്ങനെ പറയുന്നു എന്ന് മാത്രം. തന്റെ മുമ്പിലേക്ക്, തന്റെ ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന 3 കൂട്ടര്, അതിൽ അനുജനായിരിക്കുന്ന ലക്ഷ്മണൻ, സ്വന്തം ഭാര്യയായിരിക്കുന്ന വിദ്യാദേവത, ആ സീതാദേവിയോടൊപ്പം വരുന്ന രാമചന്ദ്രനെ കണ്ട് കൺകുളർക്ക് കണ്ട് ഇങ്ങനെ ആശ്ലേഷബദ്ധനാകുക അല്ലെങ്കിൽ ആലിംഗനബദ്ധനാകുകയാണ് ഈ വാൽമീകി എന്ന് പറയുന്ന കവിശ്രേഷ്ഠൻ. ഇദ്ദേഹം രാമനാമം ജപിച്ചപ്പോഴും കണ്ടിട്ടില്ല ഈ ചിത്രം. രാമനാമം പറഞ്ഞു കൊടുത്തപ്പോൾ ഋഷീശ്വരന്മാർ ഇത്തരത്തിലൊരു ചിത്രം പറഞ്ഞു കൊടുത്തിട്ടില്ല. ധ്യാനം പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം എന്താ? ജപിക്കാൻ പറഞ്ഞത് രാമ രാമ എന്നല്ല, മരാമര എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആ മന്ത്രം ജപിപ്പിച്ച് അദ്ദേഹത്തിന് സിദ്ധികളെല്ലാം തന്നെ കൈവരിക്കാനുള്ള ഇട നൽകിയ ഋഷിശ്രേഷ്ഠന്മാര് ധ്യാനവും പറഞ്ഞു കൊടുത്തില്ല, ഈ മന്ത്രവും ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞു കൊടുത്തില്ല. നമ്മളൊക്കെ ഭാഗ്യവന്മാരാ. കാലത്തെ തന്നെ ഇങ്ങനെ തൊടണം, തലയില് മൂക്കിന്റെ താഴെ തൊടണം. അപ്പൊ അവിടെ വല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ ചൊറിയ, അതിനുള്ള മുദ്രയാണ്. ഹൃദയത്തിലും ഇങ്ങനെ തൊടാം. അങ്ങനെ തൊട്ടിട്ട് വീണ്ടും ധ്യാനിക്കാം. എന്നിട്ട് ഈ ആചാരബാഹുവായിരിക്കുന്ന സാക്ഷാൽ ഈ രാമനെ ധ്യാനിച്ചുകൊണ്ട് ഓം രാം രാമായ നമ, ഓം രാം രാമായ നമ, ഒരു മാല പോലും മുഴുവൻ പൂർണ്ണമായിട്ട് ഏകാഗ്രതയോടുകൂടി ജപിക്കാൻ പറ്റാത്ത നമ്മൾ ഋഷി ഛന്ദസ്സൊക്കെ തൊട്ട് ജപിക്കുന്നുണ്ട്. അവിടെ നോക്കി ഇവിടെ നോക്കി. വ്യഗ്രജിത്തോ ഹതോ ജപ എന്ന് ഭാഗവതം. എന്താ വ്യഗ്രജിത്തോ ഹതോ ജപ? നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ ഏകാഗ്രതയോടുകൂടി ജപിക്കുക. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പതറാതെ, അത് ഓടിപ്പോകാതെ ചഞ്ചലാത്മകമായിട്ടുള്ള മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങൾ ജപിക്കുക. അവിടെയും വന്നു ഈ പറയുന്ന 4 കുമാരന്മാര്. അന്ധകരണത്തിന് ചതുഷ്ടയത്തിൽപ്പെട്ട മനസ്സ് അതിനെ ദൃഢമാക്കേണ്ട ചുമതല നമുക്കാണ്. മനസ്സ് മനനം ചെയ്തുകൊണ്ട് അതിനെ ചിത്തമാക്കി മാറ്റിയേ മതിയാവൂ. ആ ചിത്തമായി മാറിയതിനെ ദൃഢമാക്കിക്കൊണ്ട് ജ്ഞാനം ദൃഢമാക്കണം. അദൃഢം ജഹതം ജ്ഞാനം. ദൃഢമല്ലാത്ത ജ്ഞാനം ഒട്ടും തന്നെ നല്ലതല്ല. നമ്മൾ അറിവ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ദൃഢമാക്കണം, ഉറപ്പിക്കണം. അല്ലാതെ നമ്മൾ പുസ്തകങ്ങൾ എഴുതി, കുറേ അധികം പുസ്തകങ്ങൾ നമുക്കുണ്ട്, അത് അറിഞ്ഞവരാണ് വാസ്തവത്തിൽ പറഞ്ഞത്. പക്ഷേ നമ്മൾ അറിഞ്ഞവർ പറഞ്ഞതെല്ലാം തന്നെ വായിച്ചിട്ട് നമ്മൾ ചപ്പുചവറ് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നമുക്കൊന്നും അറിവില്ല, വെറുതെ വായിച്ചുള്ള അറിവുള്ളൂ പുസ്തകജ്ഞാനം. അപ്പൊ ഇവിടെയും ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഭാഗത്തെ എടുത്തുകൊണ്ട് ഇത്രയും പറഞ്ഞ ധ്യാനമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ യോഗമില്ലാത്തൊരവസ്ഥയുണ്ട്. മനസ്സിലായില്ല അല്ലേ? ധ്യാനം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ ധ്യാനിക്കാറുണ്ട്. മന്ത്രമൂർത്തികളുടെ ധ്യാനം എഴുതി തന്നത്, ഗുരുക്കന്മാർ പറഞ്ഞു തന്നതൊക്കെ ധ്യാനിക്കാറുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ തമ്മിൽ യോജിക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ വാൽമീകി കവിശ്രേഷ്ഠൻ കാണിച്ചു തന്നത് എന്താ? വർഷങ്ങളേറെയായി ഋഷീശ്വരന്മാർ എനിക്ക് മരാമര എന്ന് പറഞ്ഞു തന്നു. ഞാൻ ജപിച്ചു അനേക വർഷം. ജപിച്ചതിന്റെ ഫലമായിട്ട് ശരീരമെല്ലാം തന്നെ ഇല്ലാതെയായിട്ട്, അല്ലയോ രാമ, എനിക്ക് രാമനെ പറ്റി ബോധ്യമായി എന്നെല്ലാം തന്നെ പറയാൻ ഇരിക്കുന്ന ഭാഗത്ത് രാമനെ കണ്ടു. ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ്. നിങ്ങൾക്ക് തോന്നിയോ? ആദ്യമായിട്ട് രാമനെ കാണുകയാണ്. ഏതൊരു രാമനെയാണോ കാണാതെ ജപിച്ചത്? ബൈബിളിൽ ഒരു പ്രയോഗമുണ്ട്, കാണാത്തവരൊക്കെ, കാണാതെ ഇരിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ശരിയാ, ഇന്നത്തെ കലികാലത്തിൽ ഈ കോട്ടികളൊന്നും കാണാതെ ഇരിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അപ്പൊ ഇത്തരത്തിലോരോരോ കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാർ കാട്ടിക്കൂട്ടുന്നത്, കൂത്തുകളെല്ലാം തന്നെ കാണാതിരിക്കുന്നവര് ഇത്തിരി വേഗത്തിൽ പറഞ്ഞതാ, കുഴപ്പമില്ല കാര്യമാണ്. അപ്പൊ അതെല്ലാം ഭാഗ്യവാന്മാരാണ്. അപ്പൊ എല്ലാ തരത്തിലും ഇവിടെ അന്ന് കാണാൻ സാധിക്കാതിരുന്ന ഭഗവാനെ ഇന്ന് കാണാൻ കഴിഞ്ഞു. അപ്പൊ എന്ന് കാണാൻ ചിന്തിക്കുക. ഞാൻ 68 ഇവിടെ വന്നപ്പോൾ കണ്ട ഹനുമാന്റെ പടവും ഞാൻ രാമനെയും കണ്ട് കൊതി കൊണ്ടിട്ട ജപമൊക്കെ തുടങ്ങിയത് ഇപ്പോഴും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. സത്യം തുറന്നു പറയും, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. സ്വപ്നത്തിൽ പോലും ഇവരാരും വന്നിട്ട് അത് ചെയ്യടാ ഇത് ചെയ്യടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്പസമാധാനമായി. അതുമില്ല. അപ്പൊ എല്ലാ തരത്തിലും കണ്ടു എന്ന് പറഞ്ഞൊരു മഹാഭാഗ്യം. അഗ്രേ പശ്യാമി എന്ന നാരായണീയത്തില് അതിസുന്ദരമായിട്ടുള്ള അവസാനത്തെ ദശകത്തില് ഈ മേൽപ്പത്തൂർ പാടിയത് അടുത്ത് കണ്ടിട്ടാണ്. കാണാനായിട്ട് എത്ര ബുദ്ധിമുട്ടി. തന്റെ വാതരോഗം മാറണമെന്നാണ് പറഞ്ഞതെങ്കിൽ കൂടി ഒടുവിലേക്ക് വന്നപ്പോൾ അടുത്ത് കണ്ടു. അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് പറയുന്ന സംഗതിയെ അടുത്ത് കണ്ടിട്ട് നിത്യം ചിത്തസ്ഥമി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് നിർത്തണമെങ്കിൽ അവിടെ ഒരു സാധനയുടെ സൗഭാഗ്യം, ആ വാക്കാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുന്ന, സാധനയുടെ സൗഭാഗ്യം. അന്തഭാഗ്യം ജനാനാം എന്ന് പറയുന്ന ഗുരുവായൂരമ്പലത്തിൽ ആ കല്ലുകൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തെ അല്ല, അവിടെ കൺകൊണ്ട് കണ്ട സജീവം അല്ലെങ്കിൽ സജീവമായ സചേതനമായിരിക്കുന്ന ആ ചൈതന്യത്തെ കണ്ടു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സാധനയുടെ സൗഭാഗ്യം. അത് കാണാൻ നമുക്ക് കഴിയുന്നില്ല.
നമ്മുടെ നഗ്നമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് സാധ്യമല്ല. എന്നാൽ അന്ധകരണം കൊണ്ടോ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കൂര് കണ്ണിന്റെ കണ്ണ് മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിരുന്ന പുരളാണ് ഈ രാമചന്ദ്രൻ എന്ന് അറിഞ്ഞുകൊണ്ട് അകത്തളത്തില് വളരെ സൂക്ഷ്മതലത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ നേട്ടമാണ്. പക്ഷെ സാധിക്കുന്നില്ല. ഇവിടെ നേരിട്ട് കണ്ടു, മാംസരക്ഷസ് കൊണ്ട് വാൽമീകി അനേകായിരം സംവത്സരത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഇതാ വരുന്നു ധർമ്മപത്നിയോടൊപ്പം. അതായത് പ്രകൃതി പുരുഷന്മാരെ ആ രീതിയിൽ ചിന്തിക്കണം. അപ്പൊ പ്രകൃതിയും പുരുഷനും രണ്ടുപേരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഇങ്ങനെ വരികയാണ്. നമ്മൾ ധ്യാനിക്കേണ്ടത് അത്തരത്തിലാണ്. രാമനെ ഒറ്റയ്ക്ക് ധ്യാനിക്കാൻ പാടില്ല, ശങ്കരനെ ഒറ്റയ്ക്ക് ധ്യാനിക്കാൻ പാടില്ല, ശങ്കരന്റെ കൂടെ ശങ്കരി വേണം, വിഷ്ണു ഒറ്റയ്ക്ക് പാടില്ല, രണ്ട് ഭാര്യമാരില്ലെങ്കിലും ഒരു ഭാര്യയെങ്കിലും ആ ഇടതുവശത്ത് നിർത്തിക്കൊണ്ട് സാക്ഷാൽ മഹാലക്ഷ്മിയെങ്കിലും അത്തരത്തിൽ ധ്യാനിക്കുന്ന ഒരു സ്വരൂപം, അതായത് പ്രകൃതി പുരുഷന്മാര്. അതേ രീതിയിലുള്ള ഈ വരവ് കണ്ടിട്ട് ആനന്ദം കൊണ്ട അതിൽ ആറാടി ഇങ്ങനെ ആശ്ലേഷം ചെയ്തപ്പോൾ കൂടെ ഇത് അനന്തനും കൂടിയുണ്ട് പോലെ. അപ്പൊ പൂർണ്ണമായിരിക്കുന്ന ഒരു സൗഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ സാക്ഷാത്കാരത്തിന്റെ അങ്ങേയറ്റത്തെ പടി അനന്തൻ എന്ന് പറയുമ്പോൾ അനന്തമായിരിക്കുന്ന ഇൻഫിനിറ്റ് ആയിരിക്കുന്ന ആ ഈശ്വരത്വം അതും കണ്ടു. അതിൽ ഈ പ്രകൃതി പുരുഷന്മാരെയും കണ്ടു. അതിനപ്പുറം കാണാനായിട്ട് യാതൊന്നും ഇല്ല. ഈ പ്രകൃതി പുരുഷന്മാരെയാണ് ഭാഗവതത്തിൽ ഏറ്റവും ആദ്യം 5, 6, 7 അധ്യായങ്ങളില് പ്രഥമ സ്കന്ധത്തില് അവിടെ ഈ വാൽമീകിയുടെ സ്ഥാനത്ത് വരുന്ന വേദവ്യാസൻ. രണ്ടുപേരും ഒന്നാ. അതൊക്കെ പിന്നെ ഏതെങ്കിലും അടുത്തോ വല്ലതും പറയാം. രണ്ടുപേരും ഒന്നല്ല, എല്ലാവരും ഒന്നാണ്. അപ്പൊ അതേ രീതിയിൽ പറയുന്ന ഈ വ്യാസൻ എന്ന് പറയുന്ന അതും കവിശ്രേഷ്ഠൻ, അദ്ദേഹം തന്റെ ആശ്രമത്തിൽ കുത്തിയിരുന്ന് ധ്യാനിക്കുമ്പോൾ അവിടെയും മനോമുഖരത്തിൽ കണ്ടത് പ്രകൃതിയെയും പുരുഷനെയുമാണ്. ആ പ്രകൃതിയെ ഇങ്ങനെ നോക്കിയിട്ടാ പറഞ്ഞത്, ഈ പ്രകൃതി വഞ്ചകിയാണ്, എന്നെ ചതിക്കായിരുന്നു ഇത്രയും നാള്. വേദവ്യാസന്റെ വ്യസനം. ആ വേദവ്യാസന്റെ വ്യസനത്തിന് ഹേതു ഈ പറയുന്ന പ്രകൃതിയാണ്. ഇവളാണ് ചതിച്ചത്, ഇവളാണ് എന്നെ ഭ്രമിപ്പിച്ചത്, മോഹിപ്പിച്ചത്, ഇവളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നെ ഈ സങ്കടത്തിൽ അകപ്പെടുത്തിയത്. അവളെ നമുക്കില്ലാതെയാക്കണം, അല്ലെങ്കിൽ തരണം ചെയ്യണം. അതിന് രചിച്ചു ഭാഗവതം. അതവിടെ അതേ രീതിയിൽ ഇങ്ങനെ ഭഗവതിയോടുകൂടി ഒപ്പം കാണുകയും രണ്ടുപേരും കണ്ടുള്ളവർക്ക് കാണുകയും രണ്ടും അഭേദ്യമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന പ്രകൃതി പുരുഷന്മാരോടൊപ്പം അവർ ശയിക്കുന്ന, അവർ ഇരിക്കുന്ന, അനന്തമായിരിക്കുന്ന ആ അവസ്ഥയെ ദർശിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ വാൽമീകി ഇത്തരത്തിൽ അവിടെ നമസ്കരിച്ചുവെങ്കിൽ, ആശ്ലേഷം ചെയ്തുവെങ്കിൽ അത് യോഗാവസ്ഥ. അപ്പൊ എന്താ യോഗാവസ്ഥ? നമ്മൾ കാണണം. കണ്ടാൽ മാത്രം പോരാ, പരസ്പരം ആശ്ലേഷബദ്ധരാകണം. മാത്രം പോരാ, രണ്ടുപേരും ഇഴുകിച്ചേരുന്ന അവസ്ഥയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ യോഗാവസ്ഥയെ പ്രാപിക്കണം. ഞാൻ ഇന്നലെയും അവിടെ ഈ ചെറുക്കക്കോട് പറയേണ്ടി വന്നു, 2 കാളകളെ മുഖം വെച്ച് കെട്ടിയ ഒരു ചിഹ്നമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 2 കാളകളെ ഒന്നിച്ച് യോജിപ്പിക്കണമെങ്കിൽ മുഖം വയ്ക്കണം. അത് കലപ്പ ഉഴാൻ വേണ്ടിയിട്ടാണ്. ഈ കലപ്പ കെട്ടി ഉഴുന്നത് ഒന്നുകിൽ യാഗഭൂമി ആയിരിക്കാം, അല്ലെങ്കിൽ കൃഷിഭൂമി ആയിരിക്കാം. എന്തായാലും ആ ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ 2 കാളകളെ ഒന്നിച്ച് മുഖം വെച്ച് യോജിപ്പിക്കണം. അതാണ് യോക്ക്. വഴിയൊക്കെ ഈ യോക്ക് എന്ന് പറയുന്ന യോഗയുടെ ഇംഗ്ലീഷ് പദം എന്ന് പറയാം. ആ യോഗാവസ്ഥ എന്ന് പറയുന്ന രണ്ടായിട്ടിരിക്കുന്നതിന് യോജിപ്പിക്കലാണ് യോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഖം വെച്ച് ഇങ്ങനെ കെട്ടുന്നത് രണ്ടായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി അതിനെ ഒന്നിപ്പിക്കുന്ന രീതി. ഭാര്യ ഭർത്താക്കന്മാരൊന്നാകുക, പ്രകൃതി പുരുഷന്മാരൊന്നാകുക, ഈശ്വരൻ താനും ഒന്നാകുക, അത്തരത്തിലെല്ലാം ഒന്നാകുക, ഒന്നേ ഉള്ളൂ എന്നുള്ള ദൃഢമായിട്ടുള്ള ഭാവത്തിലേക്ക് വരിക, അദ്വൈതത്തിന്റെ അനുഭൂതി വരിക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആശ്ലേഷം ഇവിടെ നടന്നു എന്ന് വീണ്ടും നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം ഭക്തിപൂണ്ട് രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ട് അർഘ്യപാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥന് സാദരം പക്വ മധുര മധുഫല മൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത. ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾ ഉടനെ അഹല്യയും കൂടി കൂട്ടി വായിക്കണം. രാമായണം വെറുതെ വായിച്ചു പോയാൽ പോരാ എന്ന്. അതാണ് എൻ്റെ ഈ പ്രസംഗത്തിന്റെ ഇത്തവണത്തെ ഉദ്ദേശം. പലപ്രാവശ്യം ഒന്നും ഇങ്ങനെ ചപ്പച്ചവറൊക്കെ പറഞ്ഞു പോയി. ആ അഹല്യ കൊടുത്ത ഭക്ഷണം നോക്കോ, നിവേദ്യമാണ്. ആ അഹല്യ കൊടുത്ത നിവേദ്യം പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ കടിച്ചു നോക്കി മധുരമുള്ളത് മാത്രം ഭഗവാന് കൊടുക്കുക. ശബരി അഹല്യയുടെ കാര്യം. ഏതായാലും ഈ ശബരി എന്ന് പറയുന്ന ദേവി ഈ പറയുന്ന രീതിയിൽ പക്വഫലങ്ങൾ, മധുരാർദ്രമായിട്ടുള്ള ഫലങ്ങളെല്ലാം തന്നെ ഇങ്ങനെ രുചിച്ചു നോക്കിയിട്ട് കൊടുക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ രുചിച്ചൊന്നും നോക്കിയില്ല വാൽമീകി, അതിസുന്ദരമായിട്ടുള്ള നിവേദ്യം സമർപ്പിച്ചു. അപ്പോൾ നിവേദ്യം എന്ന് പറയുന്ന, നിവേദിക്ക എന്ന് പറയുന്നത് എന്തായിരിക്കണം? നല്ല സ്വാദിഷ്ടമായിരിക്കുന്ന സംഗതി ആയിരിക്കണം. നിങ്ങളെ ഈ എന്നെ സംബന്ധിച്ച് ഏറ്റവും സ്വാദിഷ്ടമായ സംഗതി എന്താ? ലഡു ആണോ, ജിലേബിയാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവിലാനച്ചതാണോ, കടും പായസമാണോ,
ഇത്തരത്തിലുള്ള സംഗതികളാണോ ഏറ്റവും ഹൃദ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ അവനവൻ തന്നെയാണോ? അപ്പൊ അവനവൻ തന്നെയായിരിക്കുന്ന ആ നിവേദ്യത്തെ നിവേദിക്കുന്ന രീതി, ദീർഘദണ്ഡ നമസ്കാരം, നിർലജ്ജോ ഗുരുസന്നിധൗ, ശരീരം, അതുപോലെ തന്നെ പ്രാണൻ, ഇതെല്ലാം തന്നെ നിവേദിക്കുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് സമ്പൂർണ്ണ നിവേദ്യം, പഞ്ചപ്രാണങ്ങളെ എല്ലാം തന്നെ നിവേദിക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ ഒരു നിവേദ്യ സമ്പ്രദായം നമുക്ക് ആവശ്യമാണ്. പല രീതിയിലുള്ള നിവേദ്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ആ നിവേദ്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്ന രീതി കാണുന്നുണ്ട്. ഭക്തന്മാരുടെ പരമമായിരിക്കുന്ന അവസ്ഥകൾ കാണുന്നുണ്ട്. ഇതിലും നവവിധമായിട്ടുള്ള ഭക്തികളെ പറ്റി ശബരി പറയുന്ന രംഗവും എല്ലാം തന്നെ കാണുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഈ രംഗത്ത് വളരെ ഭക്തി പുരസരം ഭഗവാൻ ഈ പറയുന്ന ശ്രീരാമചന്ദ്രനെ ഇങ്ങനെ സ്വീകരിച്ചു. എന്നിട്ട് അപ്പോഴാണ് വാസ്തവത്തിൽ രാമചന്ദ്രന് താതാജ്ഞയാ വനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകത്മജയോടും, അവരെ ശിക്ഷ അർഹിക്കുന്നവരല്ല, ഭാര്യൻ അനുജനും ശിക്ഷിക്കപ്പെട്ടവരല്ല. അവിടെ ശിക്ഷ എന്ന് പറയുന്ന വനവാസം അഥവാ ഈ വരം ചോദിച്ചു വാങ്ങിയ കൈകേയിക്ക് കൊടുത്ത വരം അത് അനുഭവിക്കേണ്ട ശ്രീരാമചന്ദ്രൻ മാത്രമാണ്. പിന്നെ എന്തിന് ഇവർ രണ്ടുപേരും കൂടെ പോന്നു? ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഒറ്റയ്ക്ക് രാമൻ കാട്ടിലേക്ക് പോകുന്നതിന് പകരം പോരാ, ഞങ്ങൾ കൂടെ വരാ എന്ന് ഓരോരുത്തരും പറഞ്ഞ് ഉറപ്പിച്ച്, പ്രകൃതിയായിരിക്കുന്ന ഞാൻ നിന്നെ വേറിട്ട് ഒരു കാലത്ത് നിന്നിട്ടില്ല, അതുകൊണ്ട് കൂടെ വരുന്നു എന്ന് സീതാദേവിയും, ലക്ഷ്മണകുമാരനാണെങ്കിൽ ഈ പറയുന്ന മെത്ത ഭഗവാൻ ശയിക്കണമെങ്കിൽ ഭഗവാന്റെ ആവാസസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാനം എന്ന് പറയുന്നത് ഈ ശയ്യ എന്ന് പറയുന്നത് ഈ സർപ്പമായതുകൊണ്ട് ഞാൻ കൂടെ വരണമെന്നുള്ള രീതിയിലുള്ള പോക്ക് ചിന്തിച്ചു നോക്കൂ. ഒരാളാണ് ശിക്ഷിക്കപ്പെട്ടത്, കൂടെ രണ്ടുപേരും കൂടി പോയി, 3 പേരും കൂടി ഇങ്ങനെ പോകുന്ന രംഗത്താണ് പറയുന്നു, വനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകത്മജയോടും ഏതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. എന്നിട്ട് ആവശ്യപ്പെടുന്നത് ഇതാണ്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആശ്രമത്തിലേക്ക് ഞാൻ കടന്നു. രാമനാമത്തിന്റെ എല്ലാം തന്നെ മഹത്വത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് അല്ലെ? ഭഗവാൻ വന്നപ്പോ ഈ രാമനാമത്തിന്റെ മഹത്വം അത് പ്രകീർത്തിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം വേണം. അതാണ് വാൽമീകി. അതവർ പരസ്പരം അറിയാം. അപ്പൊ ചോദിക്കുന്നത്, യാതൊരിടത്ത് സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. എന്തിനാ ഇങ്ങനെ സീതയോടും കൂടി? രണ്ടുപേരും കൂടി വന്നതുകൊണ്ടാണോ? അതോ ഇവിടെയെല്ലാം തന്നെ ഭംഗ്യം തരേണ ആധ്യാത്മികമായിട്ടുള്ളൊരു ദൃഷ്ടിയിൽ സമാധി അനുഭവിക്കണമെങ്കിൽ ധ്യാനവേളയിൽ നമ്മൾ ആരെയാണ് ധ്യാനിക്കേണ്ടത്? രാമനെ ഒറ്റയ്ക്കാണോ? രാമന്റെ കൂടെ സീത കൂടി വേണോ? ഹനുമാന്റെ ഹൃദയവും കൂടി പിളർന്നു കാണിക്കുന്ന രംഗത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് അവിടെ സീത